വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പകൽക്കാലം ആമേൻ ഒരുമിച്ച് സന്തോഷത്തോടും ആരോഗ്യത്തോടും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ച വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് മഹത്വം കരേറ്റുന്നു. ഹാലലൂയ. ദൈവവചനം പറയുന്നു, ഹാലലൂയ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവനെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു. ഹാലലൂയ. ഇവിടെ പറയുന്നത് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ. ഹാലലൂയ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവൻ, അവൻ യഹോവ നമ്മുടെ സങ്കേതവും ബലവും അവൻ കോട്ടയും. ഹാലലൂയ. സങ്കേതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആമേൻ, പഴയ നിയമകാലത്ത് സങ്കേതം എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലാൻ വേണ്ടി ആമേൻ ഓടിച്ചെല്ലുമ്പം ആമേൻ കയറി അഭയം പ്രാപിക്കുന്ന ഇടം ആ സങ്കേതം എന്ന് പറയുന്നത്. ഹാലലൂയ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മുടെ പ്രതിസന്ധികളിൽ ഹാലലൂയ പിശാച് നമ്മളെ ആക്രമിക്കാൻ വരുന്ന സ്ഥലത്ത് ആമേൻ കർത്താവിൽ നമ്മൾ ആശ്രയം വെച്ചാൽ കർത്താവ് നമ്മുടെ സങ്കേതമാണ്. നമ്മളെ ഒന്നിനും തൊടാൻ പറ്റത്തില്ല. ഹാലലൂയ. നമ്മുടെ കോട്ടയാ. പിശാചിനെ ആക്രമിക്കാൻ പറ്റാത്തതുപോലെ കർത്താവ് നമ്മുടെ കോട്ടയായി ആമേൻ ഇരിക്കും. കാരണം നമ്മൾ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവരായി തീർന്നാൽ കർത്താവ് നമ്മുടെ കോട്ടയാ. നമ്മൾ അത്യുന്നതൻ്റെ മറവിൽ നാം വസിച്ചാൽ കർത്താവ് നമ്മുടെ സങ്കേതമാ. ഹാലലൂയ. ഇവിടെ പറയുന്നുണ്ട്, ഹാലലൂയ, ഹാലലൂയ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ മെതിച്ചു കളയും. ഹാലലൂയ. ആമേൻ. ദൂതന്മാരുടെ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കും. നാം കർത്താവിൽ ആശ്രയം വെക്കുന്നോ, ആമേൻ, നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കർത്താവാ നോക്കുന്നേ. ഹാലലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ എന്നെ ഉയർത്തും. ആമേൻ. കർത്താവിനോട് പറ്റിച്ചേർന്ന് ആരിയ്ക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ കർത്താവാകും ആമേൻ കരങ്ങളിൽ വഹിക്കുന്നേ. ഹാലലൂയ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന ദൈവത്തിൻ്റെ വചനം. ആർക്കാ അനർത്ഥം ഭവിക്കാത്തത്? ആരാണോ കർത്താവിനോട് ചേർന്ന് ആ മറവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ നിന്നെ മറയ്ക്കും. ഒരനർത്ഥവും നിന്റെ ജീവിതത്തിൽ ഹാലലൂയ വരാൻ കർത്താവ് സമ്മതിക്കയില്ല. ഹാലലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യൽ ഒന്നും ആശ്രയം വെക്കാതെ, ആമേൻ, നിങ്ങൾ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിങ്ങളുടെ ജീവിതയാത്ര തുടർന്നാൽ ആമേൻ ഒരനർത്ഥവും നിനക്ക് ഭവിക്കാതെ, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കാതെ വണ്ണം ദൂതന്മാരുടെ സംരക്ഷണവും പരിപാലനയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഹാലലൂയ. അവിടെ പറയുന്നുണ്ട്, ദീർഘായുസ്സുണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. ഹാലലൂയ. തൃപ്തിയുള്ള ഒരു ദീർഘായുസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദീർഘായുസ് ആരോഗ്യത്തോടു കൂടി ആയിരിക്കുമെന്നാണ് വചനം പറയുന്നത്. ആമേൻ. എത്ര നല്ല വാഗ്ദത്തങ്ങളാ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ദൈവവചനം പറയുന്നുണ്ട്, വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ആമേൻ യേശു ക്രിസ്തു മുഖാന്തരം ഉവന്ന. ഹാലലൂയ. വാഗ്ദത്തങ്ങൾ മുഴുവൻ നമുക്കുള്ളതാ. കർത്താവ് അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യാൻ കർത്താവ് ശക്തനാ. ആമേൻ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചരിക്കുക. ആമേൻ. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്ന വചനം പറയുന്നത്. നമുക്ക് അവൻ ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയ മക്കളെ ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് യഹോവയിൽ തന്നെ രസിക്കാം. ആമേൻ. ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ആമേൻ ദൈവ പാദപീഠത്തിൽ ഇരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവോ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ സർവശക്തനാ. ആമേൻ. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനത് നിർവഹിക്കും. ഹാലിൽ നമ്മുടെ വഴികൾ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും കർത്താവിൻ്റെ മാത്രം ആശ്രയിച്ച് ദൈവമുഖത്തേക്ക് മാത്രം നോക്കി നിന്നാൽ നിങ്ങളുടെ ജീവിതം ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ആ നല്ലൊരു പിതാവ്, ആ നല്ല കർത്താവിനെ ഇന്ന് പകൽക്കാലം ഹാലലൂയ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകലൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടി നമുക്കിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തുമില്ല ഉപേക്ഷിക്കത്തുമില്ലെന്ന് പറഞ്ഞ നല്ല പരിശുദ്ധനാ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ലൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ദാനമായി നൽകിയല്ലോ. ഞങ്ങൾ നന്ദിയുള്ളവരായി ഇന്ന് രാവിലെ കാലം അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ആമേൻ രാജാധിരാജാവും കർത്താതി കർത്താവുമായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന നല്ല കർത്താവാണല്ലോ. കർത്താവേ, ഞങ്ങളെ ആരോഗ്യത്തോടെ ഹാലലി സൗഖ്യത്തോടെ ആയിരിക്കാൻ അവൻ അങ്ങയുടെ തിരുനാമത്തിന് ഞങ്ങൾ മഹത്വം കരേറ്റുവാനിടയാക്കിയതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പൊന്നു കർത്താവേ, ഇന്ന് പകൽക്കാലം
പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വരുമ്പോൾ ഹാലലൂയ ഹാലലു അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല ഞങ്ങളുടെ വചനമായിരിക്കുക. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളെ ലജ്ജിപ്പിക്കാത്ത ഒരു നല്ല കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. ഹാലലൂയ. ഒരു നാളും തള്ളിക്കളയാത്ത ഹാലലൂയ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ നല്ല കർത്താവ്. ആമേൻ. ഞാൻ പോയാൽ ഞാൻ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന പരിശുദ്ധയാത്മാവ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന ദൈക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിതങ്ങൾക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില ആമേൻ കുടുംബങ്ങളിൽ ഹാലലുയ തലമുറകൾ മക്കൾ മദ്യപാനത്തിൽ മയക്കുമരുന്നിൽ ഹാലലുയ വഴിതെറ്റിപ്പോകുന്ന ഞങ്ങളുടെ ആമേൻ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പിശാചിൻ്റെ പിടിയിൽ നിന്ന് ഞങ്ങളുടെ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. മദ്യപാനത്തിലായിരിക്കുന്ന ആമേൻ അതിനകത്ത് നശിക്കുന്ന ആമേൻ മദ്യപാനത്തിൽ ഹാലലു അതിൻ്റെ മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഈ കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരം ഇറങ്ങിച്ചെല്ലട്ടെ. അങ്ങനെയുള്ള താമേൻ യുവാക്കന്മാരെ അങ്ങനെയുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം അവരിൽ ഇറങ്ങിച്ചെല്ലട്ടെ. ആമേൻ. മദ്യപാനത്തിൽ നിന്ന് ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. മറ്റ് ദുശീലങ്ങളിലായിരിക്കുന്ന ഒത്തിരി ഞങ്ങളുടെ ചെറുപ്പക്കാർ കർത്താവെ ഉണ്ട്. അവരെയൊക്കെ ആമേൻ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സ്നേഹം അവരെ പിടിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിശാച് അവരെ ആമേൻ അടിമത്തത്തിൽ ആമേൻ ആക്കിയിരിക്കുമ്പോൾ കർത്താവെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാനാണല്ലോ യേശു ക്രിസ്തു പ്രത്യക്ഷമായത്. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കാനാണല്ലോ ദൈവപുത്രൻ പ്രത്യക്ഷനായ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ വായിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിശാചിൻ്റെ പിടിയിൽ നിന്ന് ജീവിതങ്ങൾ വിടുവിക്കപ്പെടാനിടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ആയിരിക്കുന്ന ജോലി മേഖലകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ആയിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകാനിടയാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവേ ഉന്നത ആമേൻ ജോലി സാധ്യതകൾ അവർക്ക് ലഭിക്കാനിടയാകട്ടെ. ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ കർത്താവേ ചില യുവാക്കന്മാർ യുവതികൾ അങ്ങയുടെ നാമത്തിന് വേണ്ടി ആമേൻ ഓടുന്നവരായി അങ്ങയുടെ നാമ മഹത്വത്തിനായി നിലകൊള്ളുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം മാറാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിനായി നന്ദി. ഹാലലൂയ ഹാലലൂയ. രോഗികളായി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ പിതാവേ, ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവരുടെ മേൽ അങ്ങയുടെ അതിവേഗമോടുന്ന വചനത്തെ അയക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ സൗഖ്യം ലഭിക്കട്ടെ. ഹോസ്പിറ്റൽ മറ്റുമായിരിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ മേൽ അങ്ങയുടെ അത്ഭുതക്കാരെ അവിടെ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹാലലൂയ അവിടെ ദൈവമഹത്വം ഇറങ്ങട്ടെ. ദൈവദൂതന്മാർ അവിടെ ഇറങ്ങട്ടെ. സൗഖ്യത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ഹാലലൂയ. അവർ വിടുവിക്കപ്പെടാനിടയാകട്ടെ. ആമേൻ. പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അവർ മോചിതരാകട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അവർ വിടുവിക്കപ്പെടാനിടയാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹാലലൂയ. ഞങ്ങൾ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഹാലലൂയ. യുദ്ധഭീതിയിലായിരിക്കുന്നവർ ആമേൻ യുദ്ധങ്ങൾ മാറട്ടെ. പ്രശ്നങ്ങളെല്ലാം മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ സമാധാനം ഞങ്ങളുടെ ദേശത്തുണ്ടാകട്ടെ. ആമേൻ. വലിയ സന്തോഷം ഞങ്ങളുടെ ദേശങ്ങളിൽ വ്യാപരിപ്പാനിടയാകട്ടെ. കർത്താവേ ഹാലലൂയ. ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സ്ഥലങ്ങളിലും കർത്താവേ ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ ഈ നാളുകൾ ഇടയാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ദേശങ്ങളിൽ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ആമേൻ വെളിപ്പെടാൻ ഈ നാളുകളിൽ കർത്താവ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവനാമ മഹത്വത്തിനായി ഞങ്ങൾ ഓരോരുത്തരും ഈ നാളുകളായിരിക്കാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ആമേൻ വലിയ ദൈവനാമ മഹത്വത്തിനായവരൊക്കെ നിലകൊള്ളുന്നവരായി തീരുവാൻ സ്വർഗമിടയാക്കുന്നത് ഓർത്ത് സ്തോത്രം. എല്ലാവരും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുനാമത്തിന് നന്ദി പറയുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ. ആമേൻ.